ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കർ ചിക്കനാണ്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര രുചിയുള്ള ഒരു ചിക്കനാണ്. ഉണ്ടാക്കാൻ വലിയ മെനക്കെടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഈ വീക്കെൻഡിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫുൾ കോഴിയാണ്. ഉള്ളിലത്തെ വേസ്റ്റ് കളഞ്ഞിട്ട് ഒന്നും കട്ട് ചെയ്യാത്ത കോഴി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഫുള്ളായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്ന പോലെ ഫുള്ളായിട്ട് വരയിട്ട് കൊടുക്കുക. നന്നായിട്ട് ഉള്ളിലേക്ക് വരയിടണം, എന്നാലേ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. രണ്ട് സൈഡിലും വരയിട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ചെറിയ കോഴി നോക്കി മേടിക്കാൻ നോക്കുക. എൻ്റെത് ഇച്ചിരി വലുപ്പം കൂടുതലാണ്, കാരണം ഞാൻ ഇതിനു വേണ്ടിയെന്ന് പറയാതെ മേടിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം ചെറിയ കോഴി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ ഒരു മിക്സിയിൽ ഒരു പിടി മല്ലിയില, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു പകുതി തക്കാളിയും ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. കട്ടിയുള്ളതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ സാധാരണ നോർമൽ തൈര് തന്നെയാണ് കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടെന്ന് മാത്രം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചിട്ട് നമുക്കിത് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരക്കാനായിട്ട്, കാരണം നമ്മൾ തൈര് ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ചിക്കൻ ഇത്തിരി വലിപ്പമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മസാല ഇച്ചിരി കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി എല്ലാം കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് വല്ലാണ്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നാരങ്ങ നീരായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരുടെയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൈയിട്ടിട്ട് നല്ലപോലെ മസാല ആക്കി കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഹോൾ ഉണ്ടല്ലോ, വേസ്റ്റ് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. എന്നാലേ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല അങ്ങ് ഇറങ്ങുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് എല്ലാവരെയും ആക്കി കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ ഇനി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ രാത്രിക്കൊക്കെ ഒന്ന് മസാല തേച്ച് ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് പിറ്റേന്ന് രാവിലെയൊക്കെ എടുത്തുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നേരം നല്ലതായിരിക്കും. നല്ലപോലെ മസാല പിടിക്കും. അപ്പോൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇത് 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാല് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കാല് നമ്മൾ വെന്ത് വരുമ്പോൾ അതിങ്ങനെ പോവാണ്ടിരിക്കാൻ, വിട്ട് പോവാണ്ടിരിക്കാനാണ് കാല് കെട്ടി കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഒരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പൊ അതേ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു വലുപ്പമുള്ള കുക്കർ എടുക്കാം. എൻ്റെ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ, നോർമൽ വലുപ്പം. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ചിക്കൻ ആദ്യം തന്നെ അതിൽ കരിഞ്ഞു പിടിക്കരുത്, അതുകൊണ്ടാണ് 1/4 കപ്പോളം ഓയിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിക്കുക. എൻ്റെ കോഴി കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് 20 മിനിറ്റ് എടുത്തു. ചെറിയ കോഴിയാണെങ്കിൽ 15 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ, എൻ്റെ വലിയ കോഴിയാണ്, ഞാൻ തിരിച്ചിട്ട് കൊടുത്തതാണ് ഇടയ്ക്ക്. അപ്പൊ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു തൊലിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ അത്യാവശ്യം ഒഴിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഒന്ന് ഓയിൽ ആവണം, അത്രേ ഉള്ളൂ. അതിനുശേഷം അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൊരിയാനേ ഉള്ളൂ. നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അഥവാ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുക്കർ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി.
അപ്പൊ നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് ഓരോ സൈഡ് ആയിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. അതെ, ഇപ്പൊ നന്നായിട്ട് ചിക്കൻ എല്ലാ സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് അത്യാവശ്യം വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ 2 പച്ചമുളക് ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് സവാളയാണ്. ഞാനിവിടെ മീഡിയം സൈസിൽ 1.5 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം മസാല വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുക്കറിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് വിസിൽ വരണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഒരു 15-20 മിനിറ്റ് വേവിച്ചാൽ മതി. വിസിൽ വന്നാലും കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഉള്ളി വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. അതിന്റെ പച്ചമണം കൂടി നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് കേട്ടോ, അത് പഴുത്ത തക്കാളിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. അപ്പൊ ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ അതേ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കാൻ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇനി വെന്തോളും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടെ ചേരുമ്പോഴാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. ചൈനീസും കേരളയും ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് മസാല എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ഇതിന്റെ മുകളിലൊക്കെ ആയിട്ട് സൈഡിൽ നിന്ന് മസാല എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ മസാലക്ക് തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിന്റെ ആ വെള്ളം ബാക്കി ഇരിപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതുകൂടെ ചേരുമ്പോഴാണ് മസാലയിലൊക്കെ ചിക്കന്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ വേവിക്കണം, എന്നാലേ എല്ലാടിയും ആ മസാല പിടിക്കുള്ളൂ. അപ്പോഴേക്കും ആ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ചിക്കന്റെ സ്റ്റോക്ക്, അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുറച്ചൊരു ക്രീമി ആയിട്ട് വരും നമ്മുടെ മസാല. അപ്പൊ ഇപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ നമുക്ക് വിളമ്പാം. പൊറോട്ടയുടെ കൂടെയും കുബൂസിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പൊളിയായിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി പെട്ടെന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.